നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓണാഘോഷമൊക്കെ എല്ലാവരും എല്ലാ റെസിഡൻസിയിലും സ്കൂളിലും കോളേജുകളിലും ഓഫീസിലും ജിമ്മിലും വീട്ടിലും വീട്ടുമുറ്റത്തും ഒക്കെ തന്നെ നമ്മൾ ആഘോഷിച്ച് അങ്ങനെ തകർത്ത് തിമിർത്ത് നിൽക്കുകയാണ്. വടംവലി എന്നത് ഓണാഘോഷത്തിലെ ഒരു ഒഴിച്ചൂടാൻ പറ്റാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കലാപരിപാടിയാണ് വടംവലി എന്ന് പറയുന്ന ഒരു കായിക പരിപാടിയാണ് വടംവലി എന്ന് പറയുന്നത്. പക്ഷെ ഒരു വടംവലി കഴിഞ്ഞതിന് ശേഷം അതിദാരുണമായ ഒരു സംഭവം ഉണ്ടായ വാർത്തയാണ് പാലക്കാട് നിന്നും വരുന്നത്. പാലക്കാട് ഓണാഘോഷത്തിന്റെ ഭാഗമായി നടന്ന വടംവലി മത്സരത്തിൽ പങ്കെടുത്ത യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു. കോതകുറിശി സ്വദേശി പ്രവീൺ കുമാർ എന്ന 27 വയസ്സുകാരനാണ് ദാരുണമായി മരണപ്പെട്ടത്. പാലക്കാട് ശ്രീകൃഷ്ണപുരം പുഞ്ചപ്പാടത്ത് ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം നടന്നത്. നാട്ടിൽ നടന്ന ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായുള്ള വടംവലി മത്സരത്തിൽ പ്രവീൺ കുമാർ പങ്കെടുത്തിരുന്നു. മത്സരത്തിന് ശേഷം അസ്വസ്ഥത അനുഭവപ്പെട്ട ഇദ്ദേഹം പാടത്ത് മാറിയിരുന്നു. ഉടൻ തന്നെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ കൂടെ ഉണ്ടായിരുന്നവർ ചേർന്ന് പ്രവീൺ കുമാറിനെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ആഘോഷത്തിനിടെ ഉണ്ടായ യുവാവിന്റെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ നടുക്കത്തിലാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും. അതേസമയം കോടാഞ്ചേരിയിലേക്ക് വരികയാണ്. കോടാഞ്ചേരി റോഡിൽ പിക്കപ്പ് വാൻ സ്കൂട്ടറും ഇടിച്ചുണ്ടായ അപകടത്തിൽ വയനാട് സ്വദേശി മരിച്ചുവെന്ന വാർത്ത വരികയാണ്. മാനന്തവാടി 5 6 മൈൽ മനാഞ്ചി ചക്കര റഷീദ് എന്ന 51 വയസ്സുകാരനാണ് മരിച്ചത്. ബുധനാഴ്ച രാത്രി 7:30 കൂടിയായിരുന്നു അപകടം ഉണ്ടായത്. അതേസമയം മറ്റൊരിടത്ത് മകന്റെ ഗ്രഹപ്രവേശന ചടങ്ങ് ക്ഷണിക്കാൻ പോയി മടങ്ങുന്നതിനിടയിൽ അച്ഛൻ മരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ പുലർച്ചെ 2 മണിയോടുകൂടിയായിരുന്നു റഷീദിന്റെ മരണം. റഷീദിന്റെ ഭാര്യ റംല ഗുരുതരമായ പരിക്കുകളോടുകൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. റഷീദിന്റെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. മക്കൾ മുബജീർ ദുബായിലാണ്, റമീസ് ഷാർജയിലാണ്, റൈസ്, ഹൈബ, ഫാത്തിമ എന്നിവരുണ്ട്. മയ്യത്ത് നമസ്കാരം മാനാഞ്ചിറ ജുമാ മസ്ജിദിലും ഖബറടക്കം കെല്ലൂർ ജുമാ മസ്ജിദിലും ഖബർസ്ഥാനിലും നടത്തും.